ലിറ്റിൻ ആഞ്ചലീസ് 10,000, സ്റ്റെജിൻ 1000, പ്രജീഷ് 500, ഡാർവിൻ ജോൺ 2500, സുമേഷ് വർഗീസ് 500, ബ്രിട്ടോ ഡി ജെ 500, നിജിൻ തോമസ് 500, ബ്രിജിൻ ജോസ് 500, ജെനീഷ് ജെയിംസ് 500, അഖിൽ അൽഫോൺസ് 1000, ഡിച്ചിൻ 500, രാജേഷ് അമർദയൻ 500, സൽമോൻ ഡേവിഡ് 500, ഗ്രൗണ്ടിന്റെ വാടക 15,000 രൂപ, സെൽവരാജ് കാർലോസ് ആൻഡ് ആന്റണി പ്ലാസിൻ, റോക്കിയാസ് കമലപ്പൻ മൊറൈസ് 3000, ആദിത്യ എന്റർപ്രൈസസ് 500, ഫാത്തിമ ഹോട്ടൽ 1000, അജിൻ ജോസഫ് 1500, സച്ചിൻ വൈറ്റ്മാൻ 1000, വിൻസെന്റ് ദാസൻ 500, റോബിൻസൺ 10,000, ജോയ് ഫ്രാൻസിസ് 2000, സജിൻ കുമാർ 2000, പ്രവീൺ ആന്റണി 1000, ഫ്രെഡിറ്റ് 1000, ഷിബു 1000, ഫ്രെഡറിക് ക്ലമന്റ് 1000, സ്റ്റാലിൻ സക്കറിയാസ് 2000, സോജൻ പ്രിൻഡേസ് 2000, ഗീത സുരേഷ് 2000, അഭിജിത്ത് ആന്റണി 12,000, രാജേന്ദ്രൻ 1000. ഞങ്ങളെ ഈ ടൂർണമെന്റ് നല്ല നടത്തിയതിനുമായി സഹായിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഫുട്ബോൾ പ്രേമികളെ, കുരിശടിമുക്ക് റെഡ് ടീമും അടയങ്കപ്പ എഫ് സിയും തമ്മിലുള്ള മത്സരമാണ് പുരോഗമിക്കുന്നത്. വാശിയേറിയ മത്സരം. ഭാഗ്യത്തിന്റെ ഇതുകൊണ്ട് രക്ഷപ്പെട്ടിരിക്കുകയാണ് കുരിശടിമുക്ക്. കുരിശടിമുക്കിന്റെ മുന്നേറ്റം. മഞ്ഞ ജേഴ്സിയിൽ അടയങ്കപ്പ എഫ് സിയും ബ്ലൂ ജേഴ്സിയിൽ കുരിശടിമുക്ക് റെഡ് ടീമും തമ്മിൽ മത്സരിക്കുന്നു. മികച്ച ഒരു അവസരം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് അടയങ്കപ്പ എഫ് സി. അടയങ്കപ്പ എഫ് സിക്ക് അനുകൂലമായ ഗോൾ കിക്ക്. കിക്ക് എടുക്കുന്നു സ്റ്റെവിൻ. അലക്സിന്റെ മുന്നേറ്റം. കുരിശടിമുക്കിന്റെ പ്രതിരോധം. അടയങ്കപ്പയുടെ മുന്നേറ്റം. വാശിയേറിയ മത്സരമാണ് പുരോഗമിക്കുന്നത്. ഫൗൾ. അടയങ്കപ്പ എഫ് സിക്ക് അനുകൂലമായ ഫൗൾ കിക്ക്. കിക്ക് എടുക്കാൻ എത്തുന്നു മുൻ നൈജീരിയ എഫ് സി താരം അലക്സ്. അടയങ്ക എഫ് സിയുടെ മുന്നേറ്റം. വീണ്ടും അലക്സ്. വാശിയേറിയ മത്സരമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അടയങ്കപ്പ എഫ് സി. കുരിശടിമുക്കിന്റെ മുന്നേറ്റം. മികച്ചൊരു ഷോട്ട്. അടയങ്കപ്പ എഫ് സിക്ക് അനുകൂലമായ ത്രോയിൻ. അടയങ്കപ്പ എഫ് സിയുടെ മുന്നേറ്റം ഗോൾ കിക്കായി മാറിയിരിക്കുന്നു.
കുരിശടിമുക്കിന്റെ മുന്നേറ്റം വിഫലമായിരിക്കുന്നു. വീണ്ടും കുരിശടിമുക്ക് റെഡ്. ഗോൾ കിക്ക്. അടയങ്കപ്പ എഫ്സിക്ക് അനുകൂലമായ ഗോൾ കിക്കാണ്. അലക്സിന്റെ മുന്നേറ്റം. അലക്സ്. മിസ് പാസ്. കുരിശടിമുക്ക് റെഡിന് അനുകൂലമായ ത്രോയിൻ. മത്സരം ആവേശകരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. തുല്യശക്തികളുടെ പോരാട്ടമാണ് കാണുന്നത്. ലക്ഷ്യബോധമില്ലാത്ത സ്റ്റെവിന്റെ ഒരു ഷോട്ട് പുറത്തുപോയിരിക്കുന്നു. ഗോൾഡൻ ത്രെഡ്സ് താരമാണ് സ്റ്റെവിൻ. പ്രൊഫഷണൽ താരങ്ങൾ നിരക്കുന്ന ഇൻഡിപെൻഡൻസ് കപ്പ് ടൂർണമെന്റാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇരു ടീമുകളിലും പ്രൊഫഷണൽ താരങ്ങളാണ് മത്സരിക്കുന്നത്. ഫൗൾ. കുരിശടിമുക്കിന് അനുകൂലമായ ഫൗൾ കിക്ക്. എൽബോ ഉപയോഗിച്ച് ഫൗൾ ചെയ്തിരിക്കുകയാണ് അടയങ്കപ്പ എഫ്സി. കുരിശടിമുക്കിന്റെ ഫ്രീ കിക്ക്. ഷോർട്ട് കിക്കായി എടുത്തിരിക്കുന്നു. ക്ലിയറൻസ്. കുരിശടിമുക്കിന്റെ മുന്നേറ്റം. ക്രോസ് ബാറിന് മുകളിലൂടെ പറന്നേക്കുന്നത്. ചെസ്റ്റിൽ എടുത്തുകൊണ്ടുള്ള മനോഹരമായ ഒരു കിക്കാണ് ക്രോസ് ബാറിന് മുകളിൽ പറന്നത്. അലക്സിന്റെ മുന്നേറ്റം. അടയങ്കപ്പ എഫ്സിയുടെ മുന്നേറ്റം. അടയങ്കപ്പ എഫ്സി ലോങ് റേഞ്ചർ. ത്രോയിൻ. അടയങ്കപ്പ എഫ്സിക്ക് അനുകൂലമായ ത്രോയിൻ. വാശിയേറിയ മത്സരമാണ് പുരോഗമിക്കുന്നത്. സ്റ്റെവിന്റെ ട്രിബിളിംഗ്. മികച്ചൊരു പ്രസ് ഗെയിമാണ് നടക്കുന്നത്. മനോഹരമായ ആക്രമണ ഫുട്ബോളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും അടയങ്കപ്പ എഫ്സി. ത്രോയിൻ. അടയങ്ക എഫ്സിയുടെ അതിമനോഹരമായ ഡിഫെൻഡിങ്. കുരിശടിമുക്കിന് അനുകൂലമായ ത്രോയിൻ. ഇൻഡിപെൻഡൻസ് കപ്പിലെ രണ്ടാം റൗണ്ടിലെ ആദ്യ മത്സരമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ മത്സരത്തിൽ അടയങ്കപ്പ എഫ്സി മഞ്ഞ ജേഴ്സിയിലും കുരിശടിമുക്ക് റെഡ് സ്കൈ ബ്ലൂ ജേഴ്സിയിലും മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. തുല്യ ശക്തികളുടെ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇരു ടീമുകളും ഗോൾ രഹിത സമനില പാലിക്കുന്നു. അടയങ്കപ്പ എഫ്സിക്ക് അനുകൂലമായ ത്രോയിൻ. ദുർബലമായ ഷോട്ട് പുറത്തേക്ക് പോകുന്നു. കുരിശടി മുക്കിന് അനുകൂലമായ ഗോൾ കിക്ക്. കുരിശടി മുക്കിന്റെ മുന്നേറ്റം. മഞ്ഞക്കാർഡ് എടുത്തിരിക്കുകയാണ് റഫറി പുറത്ത്. ഈ മത്സരത്തിലെ ആദ്യത്തെ മഞ്ഞക്കാർഡ്. അടയങ്കപ്പ എഫ്സിക്ക് അനുകൂലമായ ഫൗൾ കിക്ക്. റിഫ്ലക്ഷൻ. ക്രോസ് ബാറിന് മുകളിലൂടെ പറക്കുന്നു. പുതിയ ഇൻഡിപെൻഡൻസ് കപ്പ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് അതിമനോഹരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാം റൗണ്ടിലെ ആദ്യ മത്സരമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൈനസ് പാസ്. കുരിശടി മുക്കിന്റെ മുന്നേറ്റം. മിസ് പാസ്. അടയങ്കപ്പ എഫ്സിയുടെ മുന്നേറ്റം. സ്റ്റെവിൻ. അലക്സ്. വാശിയേറിയ മത്സരമാണ് പുരോഗമിക്കുന്നത്. സ്ലൈഡ് ഇൻ ടാക്കിൾ. വിവിധ പ്രൊഫഷണൽ ടീമുകൾക്ക് വേണ്ടി കളിക്കുന്ന താരങ്ങളാണ് ഇരു ടീമിലും അണിനിരക്കുന്നത്. കുരിശടി മുക്ക് റെഡിന് അനുകൂലമായ ഫൗൾ കിക്ക്. ഔട്ട്സൈഡ്. കുരിശടി മുക്കിന് അനുകൂലമായ ത്രോയിൻ. മികച്ച പാസിംഗ്. അടയങ്കപ്പയുടെ മുന്നേറ്റം ത്രോയിനായി മാറിയിരിക്കുന്നു. അടയങ്കപ്പ എഫ്സിയുടെ മുന്നേറ്റം. കുരിശടി മുക്ക്. മികച്ച ഫിനിഷിംഗ്. അതിമനോഹരമായ ഷോട്ടിലൂടെ കുരിശടി മുക്ക് റെഡ് ഒരു ഗോളിന് ലീഡ് ചെയ്യുന്നു. രണ്ടാം റൗണ്ടിലെ ആദ്യ മത്സരത്തിൽ ആദ്യ ഗോൾ നേടിയിരിക്കുന്നതാണ് കുരിശടി മുക്ക് റെഡ് ടീം രണ്ടാം റൗണ്ടിലെ ആദ്യ മത്സരത്തിലെ ആദ്യ ഗോൾ നേടി 1-0 ലീഡ് ചെയ്യുന്നു. ആവേശകരമായ മത്സരം. അടയങ്കപ്പ എഫ്സിക്കെതിരെ കുരിശടി മുക്ക് റെഡ് ടീം ഒരു ഗോളിന് മുന്നിട്ട് നിൽക്കുന്നു. രണ്ടാം റൗണ്ടിലെ ആദ്യ മത്സരത്തിന്റെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഇഞ്ചുറി ടൈമിൽ നേടിയ ഒരു ഗോളിന് കുരിശടി മുക്ക് റെഡ് അടയങ്കപ്പ എഫ്സിക്കെതിരെ മുന്നിട്ട് നിൽക്കുന്നു. രണ്ടാം റൗണ്ടിലെ രണ്ടാം മത്സരത്തിൽ ജോബിൻ എഫ്സി ട്വിങ്കിൾ സ്റ്റാർ വൈറ്റ് ടീമിനെതിരെ മത്സരിക്കുന്നു. ഇരു ടീം മാനേജർമാരും താങ്കളുടെ ടീമുകളെ റെഡിയായി നിർത്തേണ്ടതാണ്. സമയം പരിമിതമായതിനാൽ എല്ലാ ടീം അംഗങ്ങളും കൃത്യമായ സമയം പാലിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.
രണ്ടാം റൗണ്ടിലെ രണ്ടാം മത്സരത്തിനായി ജോബിൻ എഫ്സിയും ടിങ്കിൾ സ്റ്റാർ വൈറ്റ് ടീമും തയ്യാറായി നിൽക്കേണ്ടതാണ്. ഫുട്ബോൾ പ്രേമികളെ, കായിക പ്രേമികളെ, ഈ ടൂർണമെന്റിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്ന ടീമിന് അന്തോണി അർപ്പിച്ച മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിയും 10,000 രൂപ ക്യാഷ് അവാർഡും, രണ്ടാം സ്ഥാനം കരസ്ഥമാക്കുന്ന ടീമിന് റൂബൻസ് മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിയും 7,000 രൂപ ക്യാഷ് അവാർഡും സമ്മാനമായി നൽകുന്നതായിരിക്കും. ഒന്നാം സമ്മാനം സ്പോൺസർ ചെയ്ത അഭിജിത്ത് ആന്റണിക്കും രണ്ടാം സമ്മാനം സ്പോൺസർ ചെയ്ത ലിറ്റിൻ ആഞ്ചലീസിനും സംഘാടക സമിതിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ടൂർണമെന്റിന്റെ നല്ല നടത്തിപ്പിനായി ഞങ്ങളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ലവരായ സുമനസ്സുകൾക്കും 1000 നന്ദി അറിയിച്ചുകൊള്ളുന്നു. രണ്ടാം പാദ മത്സരത്തിന്റെ ആദ്യ മത്സരത്തിന്റെ രണ്ടാം പകുതി ഇതാ ആരംഭിക്കുന്നു. സ്ക്രീനിന്റെ വലത്ത് നിന്നും ഇടത്തോട്ട് കുരിശടിമുക്കും, ഇടത്തു നിന്ന് വലത്തോട്ട് അടയങ്കപ്പ എഫ്സിയും മത്സരിക്കുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ കുരിശടിമുക്ക് റെഡ് 1 ഗോളിന് മുന്നിട്ട് നിൽക്കുന്നു. കുരിശടിമുക്കിന്റെ മുന്നേറ്റം. അടയങ്കപ്പയുടെ മുന്നേറ്റം. വാശിയേറിയ മത്സരമാണ് പുരോഗമിക്കുന്നത്. അടയങ്കപ്പ എഫ്സിക്ക് അനുകൂലമായ ഫൗൾ കിക്ക്. ഗോൾ കിക്ക്. കുരിശടിമുക്കിന് അനുകൂലമായ ഗോൾ കിക്ക്. രണ്ടാം പാദത്തിലെ ആദ്യ മത്സരത്തിന്റെ രണ്ടാം പകുതിയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ പകുതി അവസാനിച്ചപ്പോൾ അടയങ്കപ്പ എഫ്സിക്കെതിരെ കുരിശടിമുക്ക് റെഡ് ടീം 1 ഗോൾ അടിച്ച് മുന്നിട്ട് നിൽക്കുന്നു. ഈ മത്സരത്തിൽ ആര് ജയിക്കും എന്ന് നിങ്ങൾ പ്രവചിക്കൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് പ്രോത്സാഹനമാണ്. നിങ്ങളുടെ പ്രവചനങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റിയ ഒരു അവസരമാണ്. നിങ്ങൾ പ്രവചിക്കൂ. 1 ഗോൾ തിരിച്ചടിച്ച് അടയങ്കപ്പ എഫ്സി സമനില നേടുമോ, ഇല്ല കുരിശടിമുക്ക് വീണ്ടും ഗോളടിച്ച് അവരുടെ ലീഡ് നില ഉയർത്തുമോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടയങ്കപ്പ എഫ്സിയുടെ മുന്നേറ്റം. ഹാൻഡ്ബോൾ. കുരിശടിമുക്ക് റെഡിന് അനുകൂലമായ ഫൗൾ കിക്ക്. റിഫ്ലക്ഷൻ. കോർണർ. കുരിശടിമുക്കിന് അനുകൂലമായ കോർണർ കിക്ക്. കുരിശടിമുക്കിന്റെ മുന്നേറ്റം. വീണ്ടും കുരിശടിമുക്ക്. അടയങ്കപ്പയുടെ മുന്നേറ്റം. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. ലീഡ് ഉയർത്തി വിജയം സുനിശ്ചിതമാക്കാൻ കുരിശടിമുക്ക് റെഡ് ടീമും സമനില ഗോളടിച്ച് മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീട്ടുവാൻ വേണ്ടി അടയങ്കപ്പ എഫ്സിയും തമ്മിൽ പോരടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫൗൾ കിക്ക്. കുരിശടിമുക്കിന് അനുകൂലമായ ഫൗൾ കിക്ക്.
അലക്ഷ്യമായി പുറത്തടിച്ചു കളഞ്ഞിരിക്കുന്നു കുരിശടിമുക്ക് റെഡ്. അടുത്ത മത്സരത്തിനായി ജോബിൻ എഫ് സിയും ടിങ്കിൾ സ്റ്റാർ വൈറ്റ് എഫ് സിയും തയ്യാറായി നിൽക്കേണ്ടതാണ്. കായിക പ്രേമികളെ, ഫുട്ബോൾ പ്രേമികളെ, ഉദയ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് സംഘടിപ്പിക്കുന്ന ഇൻഡിപെൻഡൻസ് കപ്പിന്റെ തത്സമയ സംപ്രേഷണമാണ് നിങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഓരോ മത്സരത്തിലെയും വിജയികളെ നിങ്ങൾ മുൻകൂട്ടി പ്രവചിക്കുക. രണ്ടാം പാദത്തിലെ ആദ്യ മത്സരത്തിന്റെ രണ്ടാം പകുതിയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കുരിശടിമുക്ക് റെഡ് ടീം ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിട്ട് നിൽക്കുന്നു. അലക്ഷ്യമായി അടിച്ചു കളയുന്നു കുരിശടിമുക്ക്. അടയങ്കപ്പ എഫ് സിക്ക് അനുകൂലമായ ഗോൾ കിക്ക്. മത്സരം അവസാന നിമിഷത്തിലേക്ക് കടക്കുകയാണ്. ആര് വാഴും ആര് വീഴും. രാഹുൽ കുരിശടിമുക്കിന് വേണ്ടി രണ്ടാമത്തെ ഗോൾ നേടിയിരിക്കുന്നു. മനോഹരമായ ഫിനിഷിംഗ്, ക്ലിനിക്കൽ ഫിനിഷിംഗ്, പ്രൊഫഷണൽ ഫിനിഷിംഗ്. കുരിശടിമുക്ക് റെഡ് ടീമിന്റെ രാഹുൽ കുരിശടിമുക്കിന് വേണ്ടി രണ്ടാമത്തെ ഗോൾ നേടിയിരിക്കുകയാണ്. കുരിശടിമുക്ക് റെഡ് ടീം അവരുടെ വിജയം സുനിശ്ചിതമാക്കാൻ വേണ്ടി ലീഡ് ഉയർത്തിയിരിക്കുകയാണ്. 2-0. കുരിശടിമുക്ക് റെഡ് 2, അടയങ്കപ്പ എഫ് സി 0. മത്സരം അന്ത്യനിമിഷങ്ങളോട് അടുക്കുകയാണ്. ആര് വാഴും ആര് വീഴും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ഇതാ അടയങ്കപ്പ എഫ് സി അതിമനോഹരമായി തിരിച്ചടിച്ചിരിക്കുകയാണ്. ഒരു ഗോൾ. 2-1. ഞങ്ങൾ അത്ര എളുപ്പം തോൽക്കാൻ തയ്യാറല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് അടയങ്കപ്പ എഫ് സി. മത്സരം അത്ര ഈസിയല്ല. മത്സരം അവസാന നിമിഷങ്ങളോട് അടുക്കുമ്പോൾ വീണ്ടും കടുത്ത മത്സരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്കോർ നില 2-1. കുരിശടിമുക്ക് 2, അടയങ്കപ്പ എഫ് സി 1. മത്സരം അവസാനിച്ചിരിക്കുന്നു. ഹാൻഡ്ബോൾ. അടയങ്കപ്പ എഫ് സിയുടെ സ്റ്റെവിന്റെ ഹാൻഡ്ബോൾ. കുരിശടിമുക്ക് റെഡിന് അനുകൂലമായ ഫൗൾ കിക്ക്. അടയങ്കപ്പ എഫ് സിയുടെ മുന്നേറ്റം. സമനില നേടുമോ കണ്ടറിയാം. ക്ലിയറൻസ്. അടയങ്ക എഫ് സിയുടെ തുടർച്ചയായിട്ടുള്ള ആക്രമണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മികച്ചൊരു ഹെഡർ തലനാരിഴയ്ക്ക് പുറത്തേക്ക് പോകുന്നു, ലക്ഷ്യം കാണാതെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ പ്രവചിക്കൂ. ആര് വാഴും ആര് വീഴും. കളി അവസാനിക്കാൻ ഏതെങ്കിലും സെക്കൻഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അടയങ്കപ്പ എഫ് സിക്ക് അനുകൂലമായ ഫൗൾ കിക്ക്. സ്റ്റെവിനെ ഫൗൾ ചെയ്ത് വീഴ്ത്തുന്നു രാഹുൽ. ഇന്റർ കേരള എഫ് സിയുടെ രാഹുൽ ഗോൾഡൻ ത്രെഡ്സിന്റെ സ്റ്റെവിനെ ഫൗൾ ചെയ്ത് വീഴ്ത്തിയിരിക്കുന്നു. 2-1 എന്ന ഗോൾ കണക്കിൽ കുരിശടിമുക്ക് റെഡ് ലീഡ് ചെയ്യുന്നു. കുരിശടിമുക്ക് റെഡിന്റെ കായിക താരം പ്രാഥമിക ശുശ്രൂഷ നേടിയിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർ പ്രവചിക്കുക. ആര് വാഴും ആര് വീഴും. വീണ്ടും അടയങ്കപ്പയുടെ മുന്നേറ്റം. അടയങ്കപ്പ എഫ് സിയുടെ മുന്നേറ്റം.
വീണ്ടും വീണ്ടും സമനില ഗോളിനായുള്ള മുന്നേറ്റം. സമനില നേടുമോ? ഇല്ല. റഫറി വീണ്ടും മഞ്ഞക്കാർഡ് പുറത്തെടുത്തിരിക്കുകയാണ്. കുരിശടി മുക്കിനെതിരെ അടയങ്കപ്പ എഫ്സിക്ക് അനുകൂലമായ ഫൗൾ കിക്ക്. വീണ്ടും പരിക്കേറ്റ് പുളയുകയാണ് കുരിശടി മുക്കിന്റെ താരം. തന്ത്രപരമായ നീക്കങ്ങളാണ് കുരിശടി മുക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമയം നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി പരിക്കുകൾ അഭിനയിക്കുകയാണെന്ന് തോന്നുന്നു. പക്ക പ്രൊഫഷണൽ അപ്രോച്ചാണ് കുരിശടി മുക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടയങ്കപ്പ എഫ്സിക്ക് അനുകൂലമായ ഫൗൾ കിക്ക്. ആര് വാഴും ആര് വീഴും? കുരിശടി മുക്ക് ജയിക്കുമോ? അടയങ്കപ്പ എഫ്സി സമനില നേടുമോ? ഈ ഫൗൾ കിക്കിൽ മനസ്സിലാകും. അടയങ്കപ്പ എഫ്സി ഇതാ തിരിച്ചടിച്ച് സമനില നേടിയിരിക്കുകയാണ്. ഗോൾ! ഇതാണ് മത്സരം, ഇതാണ് പ്രതികാരം, ഇതാണ് വാശി. കൊടുത്താൽ കൊല്ലത്ത് കിട്ടും എന്ന് പറയുന്നത് പോലെ അടിക്കടി തിരിച്ചടി. ഇരു ടീമുകളും 2 ഗോൾ വീതം നേടി സമനില പാലിക്കുന്നു. രണ്ടാം പാദ മത്സരത്തിന്റെ ആദ്യ മത്സരത്തിൽ ഇരു ടീമുകളും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ 2 ഗോൾ വീതം നേടി സമനില പാലിക്കുകയാണ്. ആര് വാഴും ആര് വീഴും? പ്രവചിക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. വീണ്ടും അടയങ്കപ്പയുടെ മുന്നേറ്റം ഗോൾ കീപ്പറുടെ കൈകളിൽ അവസാനിച്ചിരിക്കുന്നു. കുരിശടി മുക്കിന്റെ ഗോൾ കിക്ക്. കുരിശടി മുക്ക്, അടയങ്കപ്പ എഫ്സി. റഫറി വീണ്ടും മഞ്ഞക്കാർഡ് പുറത്തെടുക്കുന്നു. ആർക്കെതിരെയാണെന്ന് കണ്ടറിയാം. കുരിശടി മുക്കിന് അനുകൂലമായ ഫൗൾ കിക്ക്. 2-2 സമനില പാലിക്കുകയാണ് ഇരു ടീമുകളും. മത്സരം അവസാന സെക്കൻഡുകളോട് അടുക്കുമ്പോൾ വാശിയേറി മുന്നേറുകയാണ്. ഗോൾ! അവസാന നിമിഷങ്ങളിൽ അതിശക്തമായി തിരിച്ചു വന്ന് കുരിശടി മുക്കിനെതിരെ ലീഡ് നേടിയിരിക്കുകയാണ് അടയങ്കപ്പ എഫ്സിയുടെ മുന്നേറ്റമാണ് നമ്മൾ കണ്ടത്. ഇഞ്ചുറി ടൈമിലെ അതിമനോഹരമായ ഗോളിലൂടെ അടയങ്കപ്പ എഫ്സി ലീഡ് ചെയ്യുന്നു. ഇതാണ് മത്സരം, ഇതാണ് സ്പിരിറ്റ്. ഞങ്ങൾ തോൽക്കാൻ തയ്യാറല്ല, തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. വിജയമാണ് ഞങ്ങളുടെ ലക്ഷ്യം, വിജയം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന ഉദ്ദേശത്തോടു കൂടെ ആഞ്ഞടിക്കുന്ന അടയങ്കപ്പ എഫ്സി ആണ് നമ്മൾ കണ്ടത്. അവസാന സെക്കൻഡുകളിലെ മിന്നുന്ന 2 ഗോളുകളിലൂടെ 1 ഗോളിന് ഇപ്പൊ മുന്നിട്ട് നിൽക്കുകയാണ് അടയങ്കപ്പ എഫ്സി. ആര് വാഴും ആര് വീഴും? പ്രേക്ഷകരെ, നിങ്ങൾ പ്രവചിക്കൂ. 3-2 എന്നുള്ള ശക്തമായ സ്കോറിലാണ് ഇപ്പോൾ അടയങ്കപ്പ എഫ്സി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായ ഒരു ഷോട്ട് പുറത്തു പോയിരിക്കുന്നു. ഇതാണ് മത്സരം, ഇതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്, ഇതാണ് കായിക ശക്തി, ഇതാണ് ഫുട്ബോളിന്റെ മനോഹാരിത. ആര് വീഴും ആര് വാഴും? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ പ്രവചിക്കൂ കമന്റിലൂടെ. ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ മത്സരം കടന്നു പോവുകയാണ്. അവസാന സെക്കൻഡുകൾ. കുരിശടി മുക്ക് 1 ഗോൾ അടിച്ച് സമനില നേടുമോ? വീണ്ടും 1 ഗോൾ അടിച്ച് തങ്ങളുടെ ലീഡ് അറക്കിട്ട് ഉറപ്പിക്കുമോ അടയങ്കപ്പ എഫ്സി? റഫറിയുടെ വിസിൽ വന്നിരിക്കുകയാണ്. കുരിശടി മുക്കിന് അനുകൂലമായ ഫൗൾ കിക്ക് എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത മത്സരത്തിനായി ജോബിൻ എഫ്സിയും ടിങ്കിൾ സ്റ്റാർ വൈറ്റ് ടീമും തയ്യാറായി നിൽക്കേണ്ടതാണ്. രണ്ടാം പാദത്തിലെ 2ാം മത്സരം കളിക്കുവാൻ ജോബിൻ എഫ്സിയും ടിങ്കിൾ സ്റ്റാർ വൈറ്റ് ടീമും തയ്യാറായി നിൽക്കേണ്ടതാണ്.
മത്സരം ഇഞ്ചുറി ടൈമിലേക്ക് നീളുകയാണ്. അടയങ്കപ്പ FC-ക്ക് അനുകൂലമായ ഫൗൾ കിക്ക് എടുക്കുവാൻ എത്തുന്നു ഗോൾഡൻ ത്രെഡ്സിന്റെ താരമായിരുന്ന സ്റ്റെവിൻ, ജേഴ്സി നമ്പർ 6. അലക്ഷ്യമായി അടിച്ചു കളഞ്ഞിരിക്കുന്നു. കുരിശടിമുക്കിന് അനുകൂലമായ ത്രോയിൻ. അവസാന സെക്കൻഡുകളിൽ സമനില ഗോൾ നേടുമോ കുരിശടിമുക്ക് റെഡ് ടീം? അതോ മികച്ച പ്രതിരോധം തീർത്ത് അടയങ്കപ്പ FC വിജയം ഉറപ്പിക്കുമോ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ അഭിപ്രായത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങളുടെ കമന്റുകൾ മെസ്സേജിലൂടെ അറിയിക്കൂ. മത്സരം ഇതാ അവസാനിച്ചിരിക്കുന്നു. അടയങ്കപ്പ FC 3-2 എന്ന ഗോൾ കണക്കിൽ കുരിശടിമുക്ക് റെഡ് ടീമിനെ തോൽപ്പിച്ചിരിക്കുന്നു. രണ്ടാം പാദത്തിലെ ആദ്യ മത്സരം അവസാനിക്കുമ്പോൾ 2-3